ഹലോ നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് മിസ്റ്റേക്കുകളുണ്ടാകും. നിങ്ങൾ എന്തായാലും ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത്, ഇന്നലെ നമ്മൾ കുറച്ച് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ബിരിയാണി കിറ്റില്ലേ, അത് വെച്ചിട്ടുണ്ടാക്കിയ ബിരിയാണിയാണ്. അതിൻ്റെ റൈസ് അത്ര വലിയ ടേസ്റ്റൊന്നുമില്ല, ഒരു ആവറേജ് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ച് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ബിരിയാണി ഇങ്ങനെ ചുമ്മാ ഉണ്ടാക്കിയത്. കുട്ടികൾക്ക് കൊടുക്കാൻ സന്തോഷമാണല്ലോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഞാൻ ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടിക്ക് വേണ്ടി അരിഞ്ഞ് വെച്ചതാട്ടോ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പിള്ളേർക്ക് എടുത്തിട്ട് ഫ്രഞ്ച് ഫ്രൈ പോലെ ഉണ്ടാക്കി കൊടുത്തു. സാധാരണ ഞാൻ കോൺഫ്ലവർ കൂടി ചേർത്താണ് ഉണ്ടാക്കാറ്. ഇന്ന് എനിക്ക് കോൺഫ്ലവർ കുറവായതുകൊണ്ട് കുറച്ച് മൈദപ്പൊടിയും കൂടി ചേർത്തു കേട്ടോ. അതത്ര വലിയ ക്രിസ്പി ആയില്ല, എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതെനിക്ക് മെഴുക്ക് വരട്ടിക്ക് വേണ്ടി അരിഞ്ഞ് വെച്ചേക്കണം കേട്ടോ. അതിനുശേഷം ഈ പിള്ളേർ പുറകെ കിടന്ന് ഇവർക്ക് ഫുഡ് കൊടുക്കുവാണ്. അത് വലിയ ചടങ്ങാണ് കേട്ടോ. പിന്നെ ഒന്നെങ്കിൽ മൂന്നാളും തന്നെ കഴിച്ചോളും, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ പുറകെ നടക്കണം. കുളുവിനാണെങ്കിൽ അത്ര ഇഷ്ടപ്പെട്ടില്ല. അവൻ ആ ഉരുളക്കിഴങ്ങ് വറുത്തത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ കൊടുത്തിട്ട് കഴിച്ചില്ല. അവന് ഏറ്റവും ഇഷ്ടം കഞ്ഞി അരച്ച് കൊടുക്കണം, ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ദിയക്കും ഫുഡ് കൊടുത്തു. പിന്നെ ഏട്ടൻ അവർ രണ്ടുപേരും കൂടി സ്കൂളിലാക്കിയിട്ടോ. കുടുവിന് ഇന്ന് വിട്ടില്ല, തിങ്കളാഴ്ച ദിവസം ഞാൻ ജോലിക്ക് പോകാത്തതുകൊണ്ട് അവനെ അങ്ങനെ വിട്ടില്ല കേട്ടോ. ഇത് പിന്നെ നമ്മുടെ മാളുവിൻ്റെ ഒരു ചാനലില്ലേ, നല്ലതാ മാമി എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിൽ ഉരുളക്കിഴങ്ങിൻ്റെ തൊണ്ട് വെച്ചിട്ട് ഇങ്ങനെ വറക്കണൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ച് ചെയ്ത് നോക്കിയതാണ്. ആദ്യം ഉണ്ടാക്കിയത് അത്ര ക്രിസ്പി ആയില്ല, അത് അത്ര ഒരു ടേസ്റ്റ് തോന്നിയില്ല കേട്ടോ. രണ്ടാമത് വറുത്തപ്പോൾ ഞാൻ ആദ്യം ഉണ്ടാക്കിയത് ഇതേപോലെ ഇങ്ങനെ ഉള്ളു വെന്തില്ലായിരുന്നു കേട്ടോ. രണ്ടാമത് ഉണ്ടാക്കിയപ്പോൾ കുറച്ചും കൂടി നല്ലതായിരുന്നു. ഞാൻ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് കരിവേപ്പിലയൊക്കെ ഉണ്ടാക്കിയത് കേട്ടോ. പക്ഷേ അത് കുറച്ചെടുത്ത് ഉണ്ടാക്കാൻ മതി കേട്ടോ. ഒരുപാട് ഉണ്ടാക്കിയാൽ ടേസ്റ്റ് ഇല്ല കേട്ടോ, ഒരു കയ്പ്പ് പോലത്തെ ഒരു ടേസ്റ്റാണ്. പിന്നെ അതേ ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടി വെച്ചു, നമ്മുടെ ചിക്കൻ ചൂടാക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ അതുകൊണ്ട് ഏട്ടന് കൊടുത്തു കേട്ടോ. അപ്പോൾ ഏട്ടന് വലിയ ഇഷ്ടപ്പെട്ടില്ല, കഴിച്ചിട്ട് പാടില്ല എന്ന് പറഞ്ഞു. ഒരു ആവറേജ് ടേസ്റ്റേ ഉള്ളൂ കേട്ടോ. നല്ലതാ മാമിനെ പറഞ്ഞാൽ അത്രയും ടേസ്റ്റ് ഇതിനില്ല കേട്ടോ. പിന്നെന്താ, നമ്മുടെ ഞായറാഴ്ച അല്ലെങ്കിൽ ഏതെങ്കിലും ദിവസം നമ്മൾ വീട്ടിൽ ഇരിക്കുമ്പോൾ എല്ലാ അമ്മമാരും വീട്ടമ്മമാരും ചെയ്യുന്ന ജോലിയാണ് ഫുള്ള് റൂം ക്ലീനിങ്. മാറാലയും കട്ടിൻ്റെ അടിക്ക് അലമാരയൊക്കെ തേക്ക് മൊത്തം ഒരു ക്ലീനിങ് ഉണ്ടല്ലോ. ഇതിപ്പോൾ അവർ സ്കൂളിൽ പോയതിൻ്റെ തിരക്കിൻ്റെ ആകെ അളിഞ്ഞ് കിടക്കുവാണ്. പിന്നെ ഇത് നമ്മുടെ അലമാരി ചില്ല് പൊട്ടിയിരിക്കുക കേട്ടോ. പൊട്ടിയ അലമാരി അങ്ങനെ ചില്ലങ്ങനെ വെക്കാൻ പാടില്ല. പക്ഷേ നമ്മളത് പൊക്കിയെടുക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ മീഷോയിൽ നമ്മുടെ അലമാരിൽ ഒട്ടിക്കാൻ പറ്റിയ സ്റ്റിക്കറില്ലേ, അത് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വരുമ്പോഴത്തേക്കും അത് മൊത്തത്തിലൊന്ന് സെറ്റാക്കണം. പിന്നെ മുറിയും ഒന്ന് മൊത്തത്തിലൊന്ന് മേക്ക് ഓവർ ചെയ്യണം. ഓരോരോ സാധനങ്ങൾ മേടിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കിടന്നൊന്ന് ഉറങ്ങി. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. അവിടെയൊക്കെ ഓടിക്കളിച്ച് നടക്കുമായിരുന്നു കേട്ടോ. പിന്നെ പിന്നെ വൈകിട്ടായപ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടി ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ശരിയാക്കി കേട്ടോ. അപ്പോൾ ആദ്യം കുറച്ച് ചിക്കൻ വേവിച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാനിപ്പോൾ വഴറ്റാൻ വേണ്ടി മാറ്റി വെച്ചേക്കുന്നതാണ്. പിന്നെ ഞാൻ വേവിക്കുന്നത് കുറച്ച് വെള്ളം ഒഴിച്ചാട്ടോ, ബാക്കി ചിക്കൻ സ്റ്റോക്കാണ് നമ്മൾ ചാറായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. പിന്നെ കുടുവാണെങ്കിൽ കുറച്ച് ദിവസമായി പായസം വേണമെന്ന് പറയണത്. അപ്പോൾ ഏട്ടൻ പിള്ളേരെ വിളിക്കാൻ പോയിട്ട് വന്നപ്പോൾ കുറച്ച് സേമിയ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ്. പിന്നെ അത് കഴിഞ്ഞ് പിള്ളേർ സ്കൂളിൽ നിന്ന് വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പം ഞങ്ങളുടെ ഈ ചെറിയ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു സോ മച്ച്.